യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് നാം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം എന്നതിനെ കുറിച്ചാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണും. ജോഷുവ ജനത്തോട് ഇപ്രകാരം പറയുകയാണ്: നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജോഷുവ ദൈവജനത്തോട് പറയുന്ന ഒരു ഉപദേശമാണ്. ആദ്യം നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ആദ്യം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവ് നമുക്ക് തരാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ അത്ഭുതങ്ങളും ദൈവം പ്രവർത്തിക്കും. ഈ ഒരു നോമ്പ് കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവർ, നമ്മൾ ആദ്യം ആത്മപരിശോധന ചെയ്യണം. എൻ്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധിയുണ്ടോ? നോമ്പ് കാലഘട്ടത്തിലൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു വിശുദ്ധീകരണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിന്മകളുണ്ടെങ്കിൽ, പാപകരമായ വഴികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി ശുദ്ധീകരിക്കുക, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിയമാവർത്തന പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 23-14 നമ്മൾ ഇപ്രകാരം കാണും. കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമില്ലാത്ത എന്തെങ്കിലും കണ്ട് അവിടുന്ന് അകന്നു പോകാതിരിക്കേണ്ടതിന് നിങ്ങളുടെ പാളയം അത് പരിശുദ്ധമായിട്ട് സൂക്ഷിക്കണം എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ കർത്താവ് അകന്നു പോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ഈശോ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ, ഹൃദയത്തിലുണ്ടോ, ശരീരത്തിലുണ്ടോ, മനസ്സിലുണ്ടോ, ആത്മാവിലുണ്ടോ എന്നൊക്കെ ആത്മപരിശോധന ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അതിനെ വിശുദ്ധീകരിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കർത്താവ് തരും. ഈ നോമ്പ് കാലഘട്ടത്തിൽ സാധിക്കുന്നവരൊക്കെ നന്നായി ഒരുങ്ങി കുമ്പസാരിക്കുക. ജീവിതത്തിലെ ചെറിയ കുറവുകൾ പോലും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുക. നമ്മുടെ പാളയം നമ്മൾ ശുദ്ധീകരിക്കുക. കർത്താവിൻ്റെ വചനം നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം: നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അപ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി വരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.